കിഴക്ക് എന്ന് വെച്ചാ കറുത്തച്ഛനൂട്ടുന്നവര് ഇല്ലയോ? കറുത്തച്ഛനൂട്ട് എന്ന് വെച്ചാ വെച്ചാരാധനകള്. കറുത്തച്ഛൻ ആരാണ്? കറുത്തച്ഛന് ബലി കൊടുക്കാന്ന് പറയും, കറുത്തച്ഛന് ഊട്ടെന്ന് പറയും. കറുത്തച്ഛൻ എന്ന് പറയുന്നത് സാത്താൻ സേനയാണ്. നിങ്ങൾ ചെയ്യുന്നതാണോ? അതിലൊന്നാണ് ചാത്തൻ, മറ്റൊന്ന് ഭദ്രകാളി. ഭദ്രകാളിനെ നെഗറ്റീവായിട്ട് ആരാധിക്കുന്നവരുണ്ട്. രക്തം ദാനം ഇത് ബലി കൊടുക്കുന്നത്, പഴശ്ശിരാജ, അതായത് മൃഗബലി അല്ലെങ്കിൽ പക്ഷി ബലി, ഇത് രണ്ടും ഇവര് കൊടുക്കുന്നുണ്ട്. ഏത് മൂർത്തിക്കാണെന്ന് അറിയോ? കൂടുതൽ ചാത്തനാണ്. ഇന്നും വയനാട്ടിൽ ചെന്ന് നോക്ക്, ചാത്തൻ അമ്പലങ്ങളുണ്ട്. ഇന്നും ചെയ്യുന്നില്ലേ അതൊക്കെ? ചെയ്യുന്നവരുണ്ട്. നെഗറ്റീവിന് ഹൃദയമില്ല, അതിൽ ദൈവസൃഷ്ടിയല്ല. ക്ഷമ എന്ന് പറയുന്ന സാധനമായി അതിന്റെ നിഘണ്ടുവിലില്ല. നമ്മളൊരു കാര്യം അതിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ചെയ്തു തരും. പക്ഷെ നമ്മളൊരു കാര്യം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ കൊടുത്തിരിക്കണം, ഇല്ലെങ്കിൽ അത് നമ്മളെ കരടിക്കും. ശരിക്കും കറുത്തച്ഛനും ചാത്തനും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ക്ലിൻഡാണ്. കറുത്തച്ഛനൂട്ട്, കറുത്തച്ഛൻ ആരാണ്? ഈ ഒരു സംശയങ്ങൾ പലരുടെ ഉള്ളില് ഉദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ക്ലിൻഡ് തന്നെ നമ്മളോട് പറഞ്ഞു തരും. നമസ്കാരം. നമസ്കാരം. ആരാണ് കറുത്തച്ഛൻ? കറുത്തച്ഛനൂട്ടിന്റെ പ്രത്യേകത എന്താണ്? ഒന്ന് പറഞ്ഞു തരുമോ കറുത്തച്ഛൻ ആരാണെന്ന്? കറുത്തച്ഛൻ എന്ന് പറയുന്നത് പണ്ട് പുരാതന കാലം മുതൽ ഈ ക്രിസ്ത്യൻ തറവാടുകളിൽ ഉണ്ടായിരുന്ന ഒരു ഫോഴ്സ്. അത് എന്തിനാണ് കറുത്തച്ഛനെ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടാൻ വേണ്ടി. നമുക്കിപ്പോൾ ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിക്കുമ്പോൾ അത് പെട്ടെന്ന് നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറുത്തച്ഛനെ പൂജിക്കുന്നത്, അല്ലെങ്കിൽ കറുത്തച്ഛന് ബലി കൊടുക്കുന്നത്, അല്ലെങ്കിൽ കറുത്തച്ഛനൂട്ട്. ഇത് മൂന്നും ഒറ്റ ഒരു പ്രവൃത്തിയാണ്. അതിന് കറുത്തച്ഛന് ബലി കൊടുക്കുക എന്ന് പറയും, കറുത്തച്ഛന് ഊട്ടെന്ന് പറയും, അല്ലെങ്കിൽ കറുത്തച്ഛൻ പൂജ. ആ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. അതാണ് കറുത്തച്ഛന്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. ഞാൻ ചോദിക്കട്ടെ, കറുത്തച്ഛൻ എന്ന് പറയുന്നത് സാത്താൻ സേവയാണോ? നിങ്ങൾ ചെയ്യുന്നതാണോ? സാത്താൻ സേവയാണെന്ന് നമുക്ക് പറഞ്ഞുകൂടാ. സാത്താൻ അല്ല ശരിക്കും കറുത്തച്ഛൻ എന്ന് പറയുന്നത്. കറുത്തച്ഛൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പവർ തന്നെയാണ്. പക്ഷെ സാത്താൻ സേവ, ഇപ്പൊ ചാത്തൻ, ഹിന്ദു ഇതനുസരിച്ചുള്ള ചാത്തൻ എന്ന് പറയുന്നത് എന്താ? ശരിക്കും നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? യഥാർത്ഥത്തിൽ നെഗറ്റീവ് ആണ്. പക്ഷെ ഇപ്പോൾ പലരും ചാത്തനെ പോസിറ്റീവായിട്ട് ആരാധിക്കുന്നുണ്ട്, പോസിറ്റീവ് വെച്ച് ആരാധിക്കുന്നുണ്ട്. പക്ഷെ ചാത്തന്റെ യഥാർത്ഥ പവർ കിട്ടണമെങ്കിൽ, ചാത്തൻ എന്താണെന്ന്, ആ ഒരു ചാത്തന്റെ യഥാർത്ഥ പവർ ഒക്കെ കിട്ടണമേ, ഇല്ലെങ്കിൽ ആ ചാത്തന്റെ ആ ഒരു യഥാർത്ഥ കഴിവ് നമുക്ക് മനസ്സിലാക്കി തരണമെങ്കിൽ അത് നെഗറ്റീവിൽ തന്നെ ചാത്തനെ ആരാധിക്കണം. എന്നാലാണ് ചാത്തൻ എന്താണ്, അല്ലെങ്കിൽ ആ ചാത്തനെ കൊണ്ടുള്ള ഉദ്ദേശം നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുള്ളൂ. പണ്ടുള്ള ബ്രാഹ്മണിക്കലായിട്ടുള്ള തറവാടുകളിലൊക്കെ ചാത്തനെ കൂടെ നിർത്തിക്കൊണ്ട് പല കർമ്മങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ബ്രാഹ്മണിക്കൽ മാത്രമല്ല, അതിന്റെ അകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഈ താഴ്ന്ന ജാതിക്കാരും, അതായത് ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് കൂടുതലും പണ്ട് നമ്മുടെ നാടുകളിൽ ചാത്തനെ പൂജ ചെയ്യുകയും ചാത്തനെ ബലി കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അത് ബ്രാഹ്മണിക്കലായപ്പോഴാണ് ചാത്തനെ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ എന്ന രീതിയിൽ ഉയർത്തുകയൊക്കെ ചെയ്തത്. പക്ഷെ ചാത്തനെ പോസിറ്റീവിൽ ആരാധിക്കുന്നതിനേക്കാൾ നെഗറ്റീവിൽ ആരാധിച്ചു കഴിഞ്ഞാൽ ചാത്തന് കാര്യങ്ങൾ സാധിക്കാനുള്ള ആ ഒരു പവർ കൂടുതലായിരിക്കും. ഇതിനകത്തില് ചാത്തനെ തന്നെ പോസിറ്റീവായിട്ട് ആരാധിക്കുന്നതെന്നും പറയുന്നുണ്ട്, നെഗറ്റീവായിട്ട് ആരാധിക്കുന്നതെന്നും പറയുന്നുണ്ട്. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു തരൂ. എന്താണ് പോസിറ്റീവായിട്ട് ആരാധിക്കുക? അതായത് 3 തരം പൂജകളാണ് മെയിൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഒന്ന് ഉത്തമ പൂജ, ചാത്തന്റെ ഇത് വെച്ചിട്ടാണോ, ഇത് കറുത്തച്ഛനെ അല്ല കേട്ടോ, ചാത്തന്റെ വേണം പറയുന്നത്. ഉത്തമ പൂജ, മറ്റൊന്ന് മധ്യമ പൂജ, പിന്നെ ഒന്ന് അധമ പൂജ. അധമ പൂജ എന്ന് പറഞ്ഞാൽ 4-ാം വേദം വെച്ചിട്ടാണ്, അതായത് അഥർവ വേദം വെച്ചിട്ടാണ് ചെയ്യുന്നത്. 4-ാം വേദം വെച്ചിട്ടാണ് ചാത്തനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോ ഈ ഉത്തമ പൂജ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് അവല്, മലര്, ശർക്കര, നെയ്യ്, തേന്, കദളിപ്പഴം, ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ചാത്തന് പൂജ ചെയ്യുന്നത്. ആ സമയത്ത് ചാത്തനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധർമ്മം നടക്കുമ്പോൾ ധർമ്മത്തിന്റെ പേര് നിൽക്കാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെ കുറെ അധികം നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാര്, അപ്പോ നെഗറ്റിവിറ്റി കൂടുന്നിടത്ത് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ചാത്തൻ ഉപയോഗിക്കുന്നു എന്നാണോ പറയുന്നത്? അങ്ങനെ മാത്രമല്ല, ഇപ്പോ എന്താ പറയാ, ഇപ്പൊ പോസിറ്റീവില് നമുക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി മൂർത്തികളുണ്ട്. ശിവനുണ്ട്,
മഹാവിഷ്ണു ഉണ്ട്, ലക്ഷ്മി ദേവി, അങ്ങനെ കുറെ പേരുണ്ട്. പക്ഷെ നെഗറ്റീവിൽ ആരാധിക്കാൻ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അതിലൊന്നാണ് ചാത്തൻ. മറ്റൊന്ന് ഭദ്രകാളി. ഭദ്രകാളിനെ നെഗറ്റീവായിട്ട് ആരാധിക്കുന്നവരുണ്ട്, അവിടെ തന്നെ പോസിറ്റീവിൽ ആരാധിക്കുന്നവരുണ്ട്. പക്ഷെ യഥാർത്ഥ പവർ വരണമെങ്കിൽ നെഗറ്റീവിൽ ആരാധിക്കണം. അതാണ് ഇവരുടെ ഇത്. പണ്ട് നമ്മുടെയൊക്കെ ഈ നാട്ടില് ഒരു 10-200 വർഷം മുമ്പ് നമ്മുടെ ഇവിടെയൊക്കെ ബ്രിട്ടീഷ് ഭരണമായിരുന്നു. ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷുകാര് നമ്മുടെ ഈ വയനാട്ടിലൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ ഈ പഴശ്ശിരാജയൊക്കെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ പഴശ്ശിരാജയൊക്കെ കുറിച്ചരെ വെച്ചിട്ട്, അതായത് ആ സമയത്തെ ആദിവാസി വിഭാഗങ്ങളാണ്, അപ്പൊ അവരെ വെച്ചിട്ടാണ് ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. ഈ ബ്രിട്ടീഷുകാർ എത്ര ശ്രമിച്ചിട്ടും ഇവരെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. ബ്രിട്ടീഷുകാരുടെ അടുത്ത് നല്ല ആയുധങ്ങളുണ്ട്, അതായത് തോക്ക് പോലെയുള്ള ആയുധങ്ങളുണ്ട്. അന്നത്തെ തോക്ക് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അത്രയും അഡ്വാൻസ്ഡ് അല്ലെങ്കിലും തോക്ക് പോലെയുള്ള ആയുധങ്ങളുണ്ട്. പക്ഷെ ഇവരുടെ കയ്യിൽ വെറും കത്തിയോ അമ്പും മില്ലോ കാര്യങ്ങളോ വെച്ചിട്ടാണ് ഇവര് തിരിച്ചാക്രമിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടും ബ്രിട്ടീഷുകാർക്ക് ഇവരെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. ഇവര് കാടുകളിൽ മറഞ്ഞിരുന്ന് ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ എന്ത് ചെയ്തിട്ടും അപ്പോ ബ്രിട്ടീഷുകാർ ഈ വയനാടൻ കാടുകളിലൊക്കെ കയറി ഇവരുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ അവിടെ മറ്റ് പല പ്രതിസന്ധികളും ബ്രിട്ടീഷുകാർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒന്ന് രോഗങ്ങള്, മറ്റൊന്ന് വന്യമൃഗങ്ങള്. ഇതൊക്കെ ഈ ബ്രിട്ടീഷുകാരെ ആക്രമിക്കാൻ തുടങ്ങി. അപ്പൊ ഇതൊന്നും ഈ ആദിവാസികളെ ആക്രമിക്കുന്നില്ല. അപ്പൊ എപ്പോഴും ഈ യുദ്ധത്തിൽ മേൽക്കോയ്മ ഈ ആദിവാസികൾക്ക് അല്ലെങ്കിൽ പഴശ്ശിരാജയ്ക്ക് ഒക്കെ ആയിരുന്നു. ഇതാണ് അവിടെ സംഭവിച്ചിട്ടിരുന്നത്. അപ്പൊ ബ്രിട്ടീഷുകാർ ഇതിനെക്കുറിച്ച് പഠനം നടത്തി. ബ്രിട്ടീഷ് എഞ്ചിനീയർമാരും ഒക്കെ ആയിട്ട് ഇതിനെക്കുറിച്ച് പഠനം നടത്തി. എന്തുകൊണ്ടാണ് നമുക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റാത്തത്? അപ്പോൾ ഇന്ത്യയുടെ ബാക്കി ഭാഗങ്ങളിലെല്ലാം ബ്രിട്ടീഷുകാർക്ക് ഈ ജനങ്ങളെ അടിച്ചമർത്താൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ കേരളത്തിൽ വന്നു കഴിയുമ്പോൾ അവരെ അടിച്ചമർത്താൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അവർ പഠനം നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യം, അവരുടെ മൂർത്തിക്ക് രക്തം ഇത് ബലി കൊടുക്കുന്നുണ്ട്. പഴശ്ശിരാജയല്ല, പഴശ്ശിരാജയുടെ ഈ ട്രൈബൽസ് ഈ രക്തം, അതായത് മൃഗബലി അല്ലെങ്കിൽ പക്ഷിബലി, ഇത് രണ്ടും ഇവര് കൊടുക്കുന്നുണ്ട്. ഏത് മൂർത്തിക്കാണെന്ന് അറിയോ? കൂടുതൽ ചാത്തനാണ്. ഇന്നും വയനാട്ടിൽ ചെന്ന് നോക്ക്, ചാത്തൻ അമ്പലങ്ങളുണ്ട് ഈ കുറിച്യരുടെ. താങ്കൾ ഈ പറഞ്ഞപ്പോ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ബ്രഹ്മയുഗത്തിനകത്തിലൊരു കാണിച്ചിട്ടുണ്ട്. ഉണ്ട്, ബ്രഹ്മയുഗത്തിലൊക്കെ ഉണ്ട്. ചാത്തന്റെ അല്ലെങ്കിൽ ചാത്തന്റെ അവസാനം കാണിക്കുന്നത് ബ്രിട്ടീഷ് പട്ടാളം വന്നിട്ട് ഉണ്ട്. അവരൊരു പുഴ കടക്കുന്ന ഒരു സീനൊക്കെ. ഓക്കെ, അപ്പോ ആ ഒരു ബ്രിട്ടീഷുകാർ നോക്കുമ്പോ ഇവര് ഈ മൃഗത്തിനെ മിക്കവാറും ഈ പോത്തു പോലെ അല്ലെങ്കിൽ കാള പോലെയുള്ള മൃഗത്തിനായിരിക്കും, ഇല്ലെങ്കിൽ ഈ കോഴി ചോരയൊക്കെ വെച്ചിട്ട് ഇവര് ബലി കൊടുത്തതിന് ശേഷമാണ് ഇവർ യുദ്ധത്തിന് ഇറങ്ങുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഇവരുടെ മൂർത്തി ഇവർക്ക് കാവല് നിൽക്കും. അങ്ങനെയൊന്നും അവരെ തോൽപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അന്ന് മുതൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നറിയോ? ഈ മൃഗബലി അല്ലെങ്കിൽ പക്ഷിബലി ഇന്ത്യയിൽ നിരോധിച്ചു. അത് ലീഗലി നിരോധിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് തുടർന്ന് വരുന്ന സർക്കാർ, സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ സർക്കാരും അത് നിരോധിച്ചു. മൃഗത്തിന് അല്ലെങ്കിൽ പക്ഷിനെ ബലി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു നിയമം വന്നു. അത് തുടർന്ന് ഇങ്ങനെ പോകുന്നു. അതുകൊണ്ടാണ് ചാത്തനൊന്നും യഥാർത്ഥ പവറിൽ ശരിക്കും നമ്മുടെ ഇതിലോട്ട് വരാൻ പറ്റാത്തത്. ഇന്നും ചെയ്യുന്ന അത് രഹസ്യമായിട്ട് ഒരു കാലം വരെ കൊടുങ്ങല്ലൂരൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അതും നിരോധിച്ചു എന്നാണ് പറയുന്നത്, നിർത്തി എന്നാണ് പറയുന്നത് കേട്ടു. ഈ കോഴിവെട്ടൊക്കെ. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഈ ചാത്തനും ഈ ഭദ്രകാളി അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല പവറിലായിരുന്നു. അവര് ആ നാടിനെ നെഗറ്റീവിലാണെങ്കിലും നന്നായിട്ടാണ് കാത്തുകൊണ്ടിരുന്നത്. അതായത് പുറത്തുനിന്നൊരു ശത്രു വന്നു കഴിയുമ്പോൾ നെഗറ്റീവിനെ വെച്ചുകൊണ്ട് തന്നെയാണ് എതിർത്തുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാല് നമ്മുടെ പരമശിവന് തന്നെ 2 എനർജി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പരമശിവന് 2 എനർജി ഉണ്ട്. ഒന്ന് വളരെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു ക്രൂവൽ ആയിട്ടൊരു മുഖം, അല്ലെങ്കിൽ ആ ഒരു മുഖത്തെ ഫേസ് ചെയ്യാന് പരമശിവൻ പോലും ശക്തിയെ ഉപയോഗിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഭദ്രകാളിയാണ്. അത് പരമശിവന്റെ അല്ലല്ലോ, പാർവതിയുടെ. പോസിറ്റീവ് പാർവതിയും നെഗറ്റീവ് ഭദ്രകാളിയും അങ്ങനെയല്ലേ വരിക? അല്ല, നമ്മുടെ പരമശിവന്റെ തന്നെ കാലഭൈരവൻ, യമകണ്ഠ ഭൈരവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രൂപങ്ങളിലും രൂപമെടുത്തിട്ടുണ്ട്. അപ്പൊ കാലഭൈരവൻ എന്നൊക്കെ പറയുമ്പോ കുറച്ചും കൂടെ എന്ന് വെച്ചാൽ അവർക്ക് ഈ സോഫ്റ്റ് കോർണർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഇല്ല. അത് ബ്രഹ്മയുഗത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ബ്രഹ്മയുഗത്തില് അവര് തമ്മിൽ സംസാരിക്കുന്ന മമ്മൂട്ടി അവിടെ ഇരിക്കുമ്പോ മമ്മൂട്ടിയെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സീനുണ്ട്. ആ സീനിനകത്ത് പറയുന്നുണ്ട്, അതൊരു ദൈവ സൃഷ്ടിയല്ല, അതിനൊരു ഹൃദയമില്ല എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഓർക്കുന്നുണ്ടോ? അത് തന്നെയാണ്, ഈ നെഗറ്റീവിന് ഹൃദയമില്ല, അതിന് ദൈവ സൃഷ്ടിയല്ല. ക്ഷമ എന്ന് പറയുന്ന സാധനമായി അതിന്റെ നിഘണ്ടുവിലില്ല.
അത് ക്ഷമിക്കില്ല നമ്മളോട്. എന്ത് നമ്മൾ പറയുന്നോ അത് നമുക്ക് ചെയ്തു തരും. ഈ ചാത്തനായാലും നെഗറ്റീവിലുള്ള ചാത്തനം കേട്ടോ, നെഗറ്റീവിലുള്ള ഏത് പവർ ആയാലും നമ്മളൊരു കാര്യം അതിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ചെയ്തു തരും. പക്ഷെ നമ്മളൊരു കാര്യം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ കൊടുത്തിരിക്കണം, ഇല്ലെങ്കിൽ അത് നമ്മളെ കരടിക്കും. ശരിക്കും കറുത്തച്ഛനും ചാത്തനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ? കറുത്തച്ഛനും ചാത്തനും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പറയുമ്പോൾ, ഒരു തരത്തിൽ കറുത്തച്ഛന്റെ എൻഡിറ്റിയെ കുറിച്ച് പല ഐതിഹ്യങ്ങളുണ്ട്. ഒരു ഇത് പറയുവാണെങ്കിൽ AD 52 തോമസ് ലീഗ നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ വന്ന് മാമോദിസ മുക്കി, അങ്ങനെയാണ് ഇവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടായത് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അപ്പോ തോമസ് ലീഗ ഇവിടെ വന്നിട്ട് നമ്മുടെ ഇവിടെയുള്ള ആദിവാസികളെ മാമോദിസ കൊടുത്ത് ക്രിസ്ത്യൻസ് ആക്കി. ഈ ക്രിസ്ത്യൻസ് ആക്കിയ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആദിവാസി വിഭാഗങ്ങൾക്ക് ഈ ചാത്തൻ പോലെയുള്ള ഒരു പവർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു മൂർത്തിയെ ആരാധിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു.